പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. പരമാവധി ഷെയർ ചെയ്യുമ്പോൾ എന്തിനാണെന്നറിയോ? ഞാനും നിങ്ങളുമൊക്കെ ഈ അവസ്ഥയിൽ എത്താതെ പോവില്ല. അത് തന്നെ കാരണം. എൻ്റെ വീഡിയോ കാണുന്നത് ഏതാണ്ട് ഒരു 50% ആൾക്കാർ വൃദ്ധജനങ്ങളാണ്. അതിൽ മക്കൾ ഉപേക്ഷിക്കപ്പെട്ട് വൃദ്ധസദനത്തിൽ കഴിയുന്നവരുണ്ട്. മക്കൾക്ക് പറ്റാത്ത വിധം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കുറവായതുകൊണ്ട് മാറിപ്പോയി താമസിക്കുന്നവരുണ്ട്. മക്കളെ വലിയ നിലയിൽ എത്തിച്ച ശേഷം അനാഥരായി പോയവരുമുണ്ട്. ഈ എല്ലാ വിഭാഗമുണ്ട്. ഞാൻ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്. അതുകൊണ്ട് ഏകദേശം 50% ആൾക്കാർ എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവരെന്തായാലും കാണും. അവർക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ടെങ്കിൽ അവർ കാണും. അതിന് താഴെ പ്രായമുള്ളവർ എന്തായാലും ആ പ്രായത്തിലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ കണ്ടേ പറ്റൂ. നാളെ എന്തായാലും നിങ്ങൾ വിവാഹം കഴിക്കും, കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ നിങ്ങൾ നന്നായി പഠിപ്പിക്കും, അവരെ ഒരു നല്ല നിലയിൽ നിങ്ങൾ എത്തിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഈ ഒരു ദുരവസ്ഥ അനുഭവിച്ചു എന്ന് വരാം. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഉദാഹരണം ഒന്ന് പറയാം, ഒരു അനുഭവ കഥ ഒന്ന് പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങളായില്ല, ഏകദേശം 1.5 വർഷം 2 വർഷം ഇതിനുള്ളിൽ ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി. എന്നെ വിളിച്ചത് എൻ്റെ ഒരു അധ്യാപകനാണ്, എൻ്റെ പ്രിയപ്പെട്ട കെമിസ്ട്രി മാസ്റ്റർ രമണൻ സാർ. അദ്ദേഹമാണ് എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചത് ശിഥിലമാകുന്ന കുടുംബജീവിതങ്ങൾ, അതിനെക്കുറിച്ച് ശിഥിലമാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അവിടെ ഫ്ലക്സിലും അവരുടെ നോട്ടീസിലും ഒക്കെ അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വിഷയം അവിടെ പറയാനേ പറ്റില്ല എന്ന്. ശിഥിലമാവുന്ന കുടുംബജീവിതങ്ങൾ ആർക്കാണ്? വിവാഹം കഴിക്കാൻ വരുന്നവർക്കും അല്ലെങ്കിൽ സാമൂഹികമായി അത്തരത്തിലൊരു ക്ലാസ് നടക്കുന്നവരുമാണ്. എൻ്റെ പ്രേക്ഷകർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള 10-12 മാഷന്മാര്, അതുപോലെ ഞാൻ അറിയാത്ത കുറെ ഗവൺമെന്റ് റിട്ടയർഡ് അധ്യാപകര്, അതുപോലെ മറ്റ് ഉദ്യോഗ മേഖലയിൽ നിന്ന് വിരമിച്ചവരവരാണ്. അതായത് വിരമിച്ച ഒരു വലിയ ഒരു വിഭാഗത്തിന്റെ മുന്നിലാണ് ഞാൻ ഈ കുടുംബ ബന്ധത്തിലെ ശിഥില അവസ്ഥകളെ കുറിച്ച് സംസാരിക്കേണ്ടത്. ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞു, സാറേ, ഞാൻ ഇതിവിടെ സംസാരിക്കുന്നില്ല. ഞാൻ ഈ കുടുംബ ബന്ധത്തിലെ ശിഥിലതകളെ കുറിച്ച് സംസാരിച്ചാൽ ഇവിടെ ഒരു അധികപ്പറ്റാകും. ഇവിടെ മറ്റൊന്നാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വലിയൊരു വിഭാഗം, അവർക്ക് വേണ്ടി, ഈ വയോജനങ്ങൾക്ക് വേണ്ടി, അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ അതാണ് ഞാൻ സംസാരിച്ചത്. അതിൽ ഞാൻ ആദ്യം ചെയ്തത് 10-30 വർഷം മുമ്പ്, അതായത് ഞാൻ 90-ലാണ് 10ാം ക്ലാസ് എഴുതുന്നത്. അന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ അധ്യാപകരെല്ലാം എങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്, ഓരോരുത്തരും ഏതൊക്കെ വിഷയങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണെന്ന് എനിക്ക് ഇന്നും അറിയാം. കാരണം അവരെ മാതൃകയാക്കിയാണ് ഞാൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല അധ്യാപകൻ, എങ്ങനെയാണ് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമായി ഞാൻ രമണ സാറിന്റെ കെമിസ്ട്രി ക്ലാസ്സാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ഭാഷാശുദ്ധിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാൻ ആനന്ദകുസുമ ടീച്ചറുടെ ഒരു ഭാഷണ ശൈലിയാണ് ഞാൻ സംസാരിക്കാറ്. അതുപോലെ എങ്ങനെ കുട്ടികളോടുള്ള കമ്മിറ്റ്മെന്റ് വേണം, അതെങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന പൊന്നയ്യ സാറിന്റെ ഹിന്ദി ഭാഷയുടെ ആ ഒരു ശൈലിയാണ് ഞാൻ അവലംബിക്കാറ്. അതുപോലെ ഏത് രീതിയിലാണ് പ്രൊണൗൺസിയേഷൻ, ഒരു എഡ്യൂക്കേഷന് ഏത് ലെവലിൽ ഒരു കുട്ടിയെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് കൃത്യമായി അവബോധമുള്ള മരണപ്പെട്ട ശ്രീ വിശ്വഭന സാർ, അദ്ദേഹത്തിന്റെ, പൊന്നയ്യ സാർ മരിച്ചു പോയിട്ടുണ്ടാകണം, കാരണം എനിക്ക് അറിയില്ല, അന്ന് തന്നെ അത്യാവശ്യം പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിശ്വഭന സാർ, അദ്ദേഹം ആത്മഹത്യ ചെയ്യായിരുന്നു, വളരെ പ്രയാസം തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞു. അതുപോലെ ഉണ്ണികൃഷ്ണൻ സാർ നമ്മളെ ഫിസിക്സ് പഠിപ്പിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ഫിസിക്സ് ആയിരുന്നു, 100% മാർക്കായിരുന്നു. അങ്ങനെ ഓരോ അധ്യാപകരും, കലാവതി ടീച്ചർ അടക്കം ഒരുപാട് അധ്യാപകരും അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു. കാരണം അവരുടെ മക്കൾ ഒരുപക്ഷെ അവരെ ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ എന്നെ പോലുള്ള ചില കുട്ടികൾ, പ്രത്യേകിച്ച് 90-ലെ 10C ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സകല വിദ്യാർത്ഥികളും അവരെ ഓർമ്മിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളെല്ലാവരും ആ വിധത്തിൽ ഒറ്റക്കെട്ടായിരുന്നു, അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളും. അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹം ഇന്ന് കാണാനില്ല. അതുകൊണ്ട് ഞാൻ സ്മരിച്ചു എന്ന് മാത്രം. അപ്പോൾ ആ അധ്യാപകരുടെ ആ മക്കൾ, അവരെ അവിടെ വളർത്തി വലുതാക്കി, അവർ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അവരുടെ മക്കളെ വളർത്തി ഓരോ ലെവലിൽ എത്തിച്ചു. പലരൊക്കെ ഈ നാട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്, അവർ ഓരോ ലെവലിൽ താമസിക്കുന്നുണ്ട്. ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായവരുണ്ട്. പക്ഷേ ഈ വൃദ്ധജനങ്ങൾ അവരുടെ അവസാന കാലത്ത് ഇവിടെയായിപ്പോയി, ഈ നാട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി. ആരുമില്ല, മക്കളില്ല, കൊച്ചുമക്കളില്ല. ഇതാണ് ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇന്നലെ ഞാൻ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിലയുള്ളതായിട്ട് തോന്നി. അതാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾ എന്നിട്ടൊന്ന് പറയും. മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി എന്നാണ് അതിന്റെ തുടക്കം. ഇന്ന്
എന്റെ രണ്ടാം വിവാഹമാണ്. ഇതൊരു അമ്മ പറയുന്നതാണ്. അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മുത്തശ്ശി എന്ന് വേണമെങ്കിൽ പറയാം. മക്കൾ വിവാഹം കഴിഞ്ഞ് താമസിക്കുന്നുണ്ടാവണം. ഏതായാലും നമുക്ക് വായിക്കാം. ഇന്ന് എന്റെ രണ്ടാം വിവാഹമാണ്. എന്റെ ഇളയ മകൾക്ക് 2 വയസ്സുള്ളപ്പോൾ എന്റെ ഭർത്താവ് ആക്സിഡന്റിൽ മരണപ്പെട്ടു. 3 മക്കളായിരുന്നു ഞങ്ങൾക്ക്. ഭർത്താവിന്റെ പെട്ടെന്നുള്ള വിയോഗം താങ്ങാനാകുന്നതിനും അപ്പുറമായിരുന്നു. ഭർത്താവ് ജോലി ചെയ്തു കൊണ്ടുവരുന്നതായിരുന്നു ഞങ്ങളുടെ ഏക വരുമാനം. എന്നെ ജോലിക്ക് പോകാൻ അദ്ദേഹം അനുവദിക്കില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, മക്കളുടെ കാര്യം നോക്കണം, അതിന്റെ കൂടെ ജോലിക്കും കൂടി പോയാൽ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. ഇതായിരുന്നു അദ്ദേഹം പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വേർപാട് എന്നെ വല്ലാതെ തളർത്തി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ എന്നെ അറിയാവുന്നവരെല്ലാം മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിച്ചു. ഒരുപാട് ആലോചനകളും വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. കാരണം എന്റെ മക്കളോട് അവർ എങ്ങനെ പെരുമാറും എന്ന കാര്യത്തിൽ എനിക്ക് ഭയമായിരുന്നു. അവരുടെ അച്ഛന്റെ സ്ഥാനത്ത് മറ്റൊരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇതൊക്കെയായിരുന്നു എന്റെ ചിന്തകൾ. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് പറയട്ടെ. ഇത് സാന്ദർഭികമായിട്ട് ഇവിടെ പറഞ്ഞു പോകണം എന്ന് കരുതിയതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. ദയവായി എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ ഭിന്നശേഷിക്കാരുടെ ആ വീഡിയോസ് കൂടുതൽ കാണും. പ്രത്യേകിച്ച് ആ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ചാനലുണ്ട്. ആ ചാനലിലെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. കാര്യം നമുക്ക് ഒത്തിരി പേർ നമ്മുടെ സുഹൃത്തുക്കളായുണ്ട്. ആ സുഹൃത്തുക്കൾക്ക് അനുയോജ്യരായിട്ടുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടോ എന്നാണ് ഞാൻ തിരയുന്നത്. അപ്പോൾ അത്തരത്തിൽ മനസാക്ഷിയുള്ള ആൾക്കാർക്ക് വേണ്ടി കുട്ടികളെ തിരയുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്നില്ല. അത് അവിടെ മാത്രമല്ല, ഒരു 25-30 വയസ്സിന് മേൽ പ്രായമുള്ള പെൺകുട്ടികളെ വിവാഹ പരസ്യം കൊടുക്കുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന ഒരു വർത്താനമുണ്ട്, ബാധ്യത ഉണ്ടാവാൻ പാടില്ല. അതായത് ഏറ്റവും വൃത്തികെട്ട ഒരു പദമായിട്ടാണ് അതിനെ ഞാൻ കാണുന്നത്. അതായത് ഈ 10-30 വയസ്സുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ചെല്ലുന്ന ആൾ എന്തായാലും ഒന്നുകിൽ ഒരു വിവാഹം കഴിച്ച് ഭാര്യ മരണപ്പെട്ടതോ ഡിവോഴ്സ് ആയതോ ആയിരിക്കും. അതിൽ കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ആ വ്യക്തിയാണ് ഇതിനെ വിവാഹം കഴിച്ച് അതിനോടൊപ്പം ചേരേണ്ടത്. പക്ഷെ ആ കുട്ടികളെ സ്വീകരിക്കാൻ പറ്റില്ല. ആ കുട്ടികളെ കളഞ്ഞിട്ട് വരണം എന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവർക്കൊരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഡിഫറൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള പെൺകുട്ടികളോടും അല്ലാതെ ഈ പ്രായം തെളിഞ്ഞ് കെട്ടിക്കാതിരിക്കുന്ന പെൺകുട്ടികളോടും അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വിവാഹം കഴിച്ചു, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു, ഒരു രണ്ടാം വിവാഹത്തിന് ഒരാൾ വരുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഭർത്താവിനോടൊപ്പം പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസിക നില എന്താവും ആയിരിക്കും? ഒന്ന് ചിന്തിക്കണം. ഇതിവിടെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനൊന്ന് പറഞ്ഞതാ. ഞാൻ ആ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ വിവാഹം നോക്കുന്ന ചാനലിൽ മുടങ്ങാതെ നോക്കാറുണ്ട്. അതിൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ എന്താ കാണുന്നറിയാം, ഒത്തിരി സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള നല്ല കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്യാവശ്യം സാമ്പത്തികമുള്ളത്, പക്ഷേ കുട്ടികളുണ്ട്, ഭാര്യ മരിച്ചതാണ്, പക്ഷെ ഇനി ഒരു ജീവിതം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു അത്താണി കൂടി ആയിക്കോട്ടെ, ആവശ്യത്തിന് പണവും കാര്യങ്ങളും പരിചാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അത്തരത്തിൽ എനിക്ക് അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് അനുയോജ്യരായ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനാണ് ഞാൻ ഇതിൽ നോക്കി ഓരോ വീഡിയോ കണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതിൽ 99% പേരും പറയുന്നത് ഇതേ ഡയലോഗാണ്, ബാധ്യത പറ്റില്ല എന്ന്. അതായത് കുട്ടികൾ അവർക്കൊരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹ ജീവിതത്തിനോട് എനിക്ക് താല്പര്യമില്ല. തുറന്നു പറയുന്നതുകൊണ്ട് വിരോധം തോന്നരുത്. കാരണം അവർക്കിടെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ, അതിൽ കുട്ടികൾ ബാക്കിയായാൽ പിന്നെ ഒരു ജീവിതം ഇല്ലാതെ അവർ ആത്മഹത്യ ചെയ്യുമോ എന്നൊരു മറുചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി കേൾക്കാം. അപ്പോൾ അവരുടെ അച്ഛന്റെ സ്ഥാനത്ത് മറ്റൊരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്തകൾ. മക്കൾക്ക് വേണ്ടി ജീവിക്കണം, അവരെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് വിസമ്മതിച്ചു. മക്കളൊക്കെ വളർന്ന് വലുതായി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ആലോചിക്കാം, ഞാൻ ബന്ധുക്കളോട് പറഞ്ഞു. പിന്നെ അവരെ വളർത്താനുള്ള ഒരു നെട്ടോട്ടമായിരുന്നു. ഒരുപാട് നാളത്തെ അലച്ചിലിനൊടുവിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടി. അങ്ങനെ കിട്ടുന്ന തുച്ഛമായ വരുമാനവും വീട്ടുകാരുടെ സഹായവും എല്ലാം കൂടി ആയപ്പോൾ മക്കളെ നന്നായി പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. മക്കൾക്ക് എല്ലാവർക്കും ജോലിയായി. എല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് പോയി. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായി. എനിക്ക് മിണ്ടാനോ പറയാനോ ആരുമില്ല. വളർത്തി വലുതാക്കിയ മക്കൾക്കൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ വലിയ നാണക്കേട് തോന്നി തുടങ്ങിയിരിക്കുന്നു. വല്ലപ്പോഴും ഒരു ഫോൺ കോൾ മാത്രം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ആങ്ങള ഒരു ആലോചന കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് മക്കളോടൊന്ന് സംസാരിക്കണം. അവർക്ക് ഇഷ്ടക്കുറവൊന്നും കാണില്ല, എന്നാലും ഞാൻ അവരോട് ചോദിക്കാതെ എങ്ങനെയാ? ഞാൻ തന്നെ വിളിച്ച് 3 മക്കളോടും കാര്യം പറഞ്ഞു. ഞാൻ തന്നെ വളർത്തിയ എൻ്റെ മക്കളുടെ പ്രതികരണം കേട്ട് ഞാൻ സത്യത്തിൽ ഇല്ലാതായി. അമ്മയ്ക്ക് നാണമില്ലേ ഇത് ഞങ്ങളോട് പറയാൻ? ഈ പ്രായത്തിൽ കല്യാണമോ? അയ്യേ, എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അമ്മയ്ക്ക് വീട്ടിലിരുന്നാൽ മതി, മറ്റുള്ളവരെ ഫേസ് ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് മനസ്സമാനത്തോടെ ജീവിക്കണം. മര്യാദയ്ക്ക് ആ മൂലയ്ക്ക് കാണാൻ കിടന്നോളണം. കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രായം. മക്കളെ വളർത്തിയെടുക്കാൻ എല്ലാ സുഖങ്ങളും വേണ്ടെന്ന് വെച്ചവളാണ് ഞാൻ. അവർക്ക് വേണ്ടി ജീവിച്ചു. പക്ഷെ ഒറ്റയ്ക്കായി പോയപ്പോൾ ഒന്നും മിണ്ടാനും പറയാനും ആരുമില്ലാതെ ഞാൻ വിഷമിച്ചു. മക്കളെ പൊന്നുപോലെ വളർത്തി. അവർ തിരിച്ചു മത്സരിച്ച് സ്നേഹിക്കുമെന്ന് കരുതി അവർക്ക് വേണ്ടി പലതും വേണ്ടെന്ന് വെച്ചു. പക്ഷേ
കാലം തന്നെ ഏറ്റവും വലിയ പാഠം. നമ്മൾ ആദ്യം നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ഇതൊരു തിരിച്ചറിവാണ്. കാര്യം നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട്. തുടരാം നമുക്ക്. മക്കൾക്ക് വേണ്ടിയാണ് മിക്ക മാതാപിതാക്കളും ജീവിക്കുന്നതും. അവർ പറയുന്ന ആഗ്രഹങ്ങളെല്ലാം എത്ര ത്യാഗം സഹിച്ചും സാധിച്ചു കൊടുക്കും. പക്ഷേ ഓർക്കുക, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകരുത്. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാം വിവാഹത്തിന് തയ്യാറായി. മക്കളുടെ അനുവാദം ചോദിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അങ്ങനെ വിവാഹം നടന്നു. പക്ഷേ നാണക്കേട് കൊണ്ടാവാം മക്കളാരും അതിൽ പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് ഒരു മോളുണ്ടായിരുന്നു. ഭാര്യ മരിച്ചുപോയി. മകൾ ജോലി ചെയ്യുകയാണ്. ആ മകളെ ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു. ഇന്ന് എനിക്കൊരു ആവശ്യം വന്നാൽ അവൾ ഓടിയെത്തും, എന്നെ പരിചരിക്കും. എൻ്റെ മക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഞാൻ ആ മകളിൽ നിന്ന് അനുഭവിക്കുന്നു. ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എൻ്റെ രണ്ടാം വിവാഹം. ആർക്കും ആരുടെയും പകരക്കാരനാവാൻ കഴിയില്ല. പക്ഷേ സ്നേഹം അത് സത്യമാണ്. കടപ്പാട് വെച്ചിട്ടുള്ള ഈ പോസ്റ്റിന് താഴെ ഒരു ഫോട്ടോയുമുണ്ട്. പക്ഷെ ആ ഫോട്ടോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല, സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാനത് കൊടുക്കുന്നില്ല. പക്ഷെ ഇത് സത്യമല്ലേ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരും. ആ സമയത്ത് മക്കൾക്ക് നമ്മളെ വേണ്ടി വരില്ല. നമ്മളൊരു പക്ഷെ ഒറ്റയ്ക്കായിപ്പോയി കഴിഞ്ഞാൽ ഒരു പങ്കാളിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യവുമില്ല. ഇനി അഥവാ ഒരു പങ്കാളിയെ കണ്ടെത്താമെന്ന് വെച്ചാൽ ബാധ്യത എന്ന ഒരു ഡയലോഗ് അവിടെ പൊന്തി വരികയും ചെയ്യും. അതെ, എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. പക്ഷെ ബാധ്യത അല്ലാതാകുന്ന കുറെ പേരെങ്കിലും ഉണ്ട്. അവർക്ക് മാത്രമായിരിക്കും മനസ്സമാധാനം. Different angles. Don't forget to subscribe and support this channel.